ജീവിതം തുടങ്ങുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേമിച്ച് കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് ചെയ്തു, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി. എൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത് റിവോക്ക് ചെയ്ത് വെക്കണം, എന്നിട്ട് അച്ഛൻ കല്യാണം കഴിപ്പിച്ചു തരും. തെറ്റാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ കുറേ ചേച്ചിയുടെ കല്യാണം കഴിയണം, പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതാനുള്ള അറ്റൻഡൻസ് എനിക്ക് തന്നില്ല ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ. പിന്നെ ഞാൻ 6 പേപ്പറും കൂടെ പിന്നീട് എഴുതിയെടുക്കുക ചെയ്തത്. എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറ്റൻഡൻസ് തരത്തില്ല എന്ന് പറഞ്ഞു. കല്യാണം പിരിഞ്ഞിട്ട് വാ, പരീക്ഷ അറ്റൻഡൻസ് തരാം, അല്ലെങ്കിൽ തരത്തില്ല. അപ്പോൾ അങ്ങനെ 6 പേപ്പറും എന്നുവെച്ചാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതിയിരുന്നു. ഫൈനൽ ഇയർ എഴുതാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തതിൻ്റെ പേപ്പർ സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ 3 വർഷം ക്ലാസ് തുറന്ന് വെച്ചിരുന്നു. നിങ്ങൾ ക്ലാസ്സിൽ കയറി പഠിച്ചു ഒന്നുമില്ല, പരീക്ഷ എഴുതിയില്ല. ഇനി അങ്ങനെ പറ്റില്ല. പാർവതി പോയി പ്രേമിക്കാനും പഠിക്കാനും ഒന്നും അല്ല ഇവിടെ വന്നത്. കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്തത് റിവോക്ക് ചെയ്തിട്ട് വാ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞു. 1990 ഓഗസ്റ്റ് 10 എൻ്റെ രജിസ്റ്റർ മാരേജ്. 1990 എനിക്കത് 20 വയസ്സ്. 91 ഡിസംബർ 9 വീട്ടുകാർ കല്യാണം നടത്തി തന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 1.5 വർഷം പല ഘട്ടങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റുന്നു. പല അച്ഛൻ്റെ കസിൻസിൻ്റെ അച്ഛൻ്റെ പെങ്ങിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറേ നാൾ താമസിപ്പിക്കുന്നു. ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ പറ്റും. ബ്രെയിൻ വാഷ് ചെയ്യാൻ അടിപൊളി ബ്രെയിൻ വാഷുകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് ഞാനും കൂടെ ബ്യൂട്ടിഫുൾ ബ്രെയിൻ വാഷുകളുണ്ടായിരുന്നു. ഒന്ന് തൃക്കുന്നപ്പുഴ മംഗലത്ത് അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ കടലിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിലയില്ലാത്തിടത്ത് ഇങ്ങനെ നിൽക്കുമോ, ഭയങ്കര രസമുണ്ട്. അവിടെ ചോദിച്ചു, മോളെ ഇത് വേണോ നിനക്ക്? പൊള്ളാച്ച കടലിൽ ഉപയോഗിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ ഭയങ്കര കൂട്ടം. അത് കഴിഞ്ഞ് കോട്ടയത്ത് എത്തിയിട്ട് പല കാര്യങ്ങൾ ചെയ്യണം എൻ്റെ മനസ്സ് മാറ്റാം. സിനിമ കാണാം, എന്ത് ഞാൻ പറഞ്ഞാലും കൊണ്ടുപോകും. അവിടെ പോകണം, ഇവിടെ പോകുന്നു, മലയിൽ കൊണ്ടുപോകും, എവിടെ പോകണം എല്ലാം. അപ്പോൾ കഴിക്കുക. അപ്പോഴത്തേക്ക് സിനിമ കാണാൻ കൊണ്ടുപോയി. ഓട്ടോ ആയിപ്പോയി സിനിമ. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു സിനിമ. അച്ഛൻ ഒരു സിനിമ ഇതാണ് അച്ഛൻ ഞാൻ പറയുന്നത്. ഇത് അച്ഛനെ പഠിപ്പിക്കുന്നതാണ്, ഇതെല്ലാം യൂണിവേഴ്സ് തിരിച്ചു പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ അച്ഛൻ അവസാനം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ ഒരു എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി. തഴവയിൽ ജ്യോതിയണ്ണുണ്ടായിരുന്നു അവിടെ. അതായത് അപ്പച്ചിയുടെ മൂത്ത മോൻ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഇപ്പം എൻ്റെ പ്രേമപ്പാട്ടുണ്ട്, മറ്റേ വളയോ സെലി അത് ഒരു അന്നൊരു കാസറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ കുറേ പാട്ട്. അപ്പോൾ ഈ പാട്ടാണ് എൻ്റെ ഗോ ടു പാട്ട്. ഞാൻ ഇതിങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പാട്ടിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ജ്യോതിന് മനസ്സിലായി ഇത് മാറാൻ പോകുന്നില്ല. അങ്ങനെ ജ്യോതിൻ എന്നോട് ചോദിക്കായിരുന്നു, മാലക്കുട്ടി എന്തെങ്കിലും കത്ത് വല്ലതും എഴുതണമെങ്കിൽ എഴുതിത്താ എന്ന് പറഞ്ഞിട്ട് ഇൻലൻഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും എഴുതിയിട്ട് അവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാനത് എഴുതി ഒളിച്ച് അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ജ്യോതിൻ്റെ പേരിൽ വരുമ്പോൾ കത്ത് കൊണ്ടു തരുമായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് എൻ്റെ ചേട്ടൻ ചെയ്തു തരുമായിരുന്നു, കസിൻ ചേട്ടൻ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ സതീശൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്ന് അന്വേഷിക്കാൻ അച്ഛൻ വരാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക് ബോധ്യപ്പെട്ടു ഞാൻ മാറില്ല. പിന്നെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചു നടന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സതീശൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ. 3 മാസം അവിടെ നിന്നു. അത് വീട്ടുകാർക്ക് വലിയ ശല്യമായി എന്നെ കൊണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയത്. വാടകയ്ക്ക് വീടെടുത്തിട്ടിട്ടാണ് ഞങ്ങളവിടെ വന്നത്. ഞാൻ വാടകയ്ക്ക് ഗൗരീശോട്ടത്ത് താമസിച്ചു. അവിടെ താമസിച്ചപ്പോൾ അത് വേറൊരു ലൈഫായിരുന്നു. കാരണം ഒരുപാട് 3000 രൂപയ്ക്ക് വീട് നടത്തിക്കൊണ്ട് പോകണം. വേറെ തരത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്ര രൂപയ്ക്ക് പാലിൻ്റെ കണക്ക്, പത്രത്തിൻ്റെ കണക്ക് അതൊക്കെ നോക്കി കുഞ്ഞായിട്ട് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി. അത് ഒന്നെങ്കിൽ പുട്ടുണ്ടാക്കും. രാവിലെ ഞാനൊന്നും കഴിക്കത്തില്ല, ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ല. സദസ്യം വരുമ്പോൾ പിന്നെ രാത്രി കഞ്ഞി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ പിശുക്കിയൊക്കെ ഒരു സിനിമ ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ ബഡ്ജറ്റിലൊരു സിനിമയുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് MA അഡ്മിഷൻ കിട്ടി, കാര്യവട്ടത്ത് പോയി. പിന്നെ ബസ്സിൽ കയറി. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ബസ്സിൽ കയറി കാര്യവട്ടത്ത് പോകുമായിരുന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്ന് വിളിച്ചു, ഇവിടെ നിൽക്കണ്ട അവിടെ വരണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് വയ്യായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ അപ്പം എന്നാലും കാര്യവട്ടത്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അതിനുശേഷം ഇത് ഞങ്ങളുടെ ചിലവിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. സച്ചിൻ ജോലി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലും മാറി, അങ്ങോട്ട് പോയി എൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ പ്രഗ്നൻ്റൊക്കെ ആയിട്ട്. പിന്നെ ഏഷ്യാൻ്റെ ജോലി കിട്ടി. അപ്പോൾ ആങ്കറിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് വരുമാനം ഉണ്ടായി. കുഴപ്പമില്ലാതെ പിന്നെ അങ്ങോട്ട്
ടെലിവിഷനിലൊക്കെ ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി, പാരലായിട്ട് പൈസ ഉണ്ടായി തുടങ്ങി. ഈ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, എനിക്ക് ക്രഷ് തോന്നുന്നു, അങ്ങനെയൊന്നും ഇല്ല? ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ല? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കോളേജിലുണ്ടായിരുന്നപ്പോ പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ, അതറിഞ്ഞൂടാ. കുറച്ച് സംഘാടകമായിട്ട് നടക്കുകയല്ലേ അപ്പൊ? ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നില്ലേ, SFI ചെയർപേഴ്സൺ. അങ്ങനെ പ്രേമമാണെന്നും കാണാൻ കൊള്ളാമെന്നൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഏത് കോളേജ് കാലഘട്ടം ഏറ്റവും ഇഷ്ടം? ഡിഗ്രി, MA, MPhil? മൂന്നാണ്. ഓൾ സയൻസിൽ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രസമൊക്കെ ആയിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ്സിലെ ബഹളങ്ങൾ. വിമൻസ് കോളേജ് ഒരു സെലിബ്രേഷൻ ആയിരുന്നു, ഓർഗനൈസിങ്, യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് പോവുക, പിന്നെ പ്രോഗ്രാമുകൾക്ക് കുട്ടികളെ കൊണ്ടുപോവുക, ബസ് അറേഞ്ച് ചെയ്യുക, ഒരു സംഘാടന പല കോട്ടയത്ത് പോവുക, കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പിള്ളേരെ കൊണ്ടുപോവുക, കോമ്പറ്റീഷന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ഡ്രസ്സ് വാങ്ങിക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഉത്സവം പരിപാടിക്കും. അതൊക്കെ ഇവൻറ്റ്ഫുൾ ആയിരുന്നു വിമൻസ് കോളേജ്. കാര്യമെടുത്ത് പോകുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. പഠിക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. ലൈബ്രറി ഇരുന്ന് ഫുൾ ടൈം അപ്പോഴാണ് സൈക്കോളജി എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ മുഴുവൻ സമയം പഠിക്കുമായിരുന്നു. വിമൻസ് കോളേജിലെ ക്ലാസ്സിലേ ഞാൻ കയറിയിട്ടില്ല. ടീച്ചർ മോളിൽ വരും, ഞങ്ങളുടെ മരത്തിൻ്റെ അവിടെ നിന്ന് മേളിൽ നോക്കിയാൽ ഫിസിയോളജി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചർ കുറച്ച് തിരക്കുണ്ട്. കിറ്റി ടീച്ചറൊക്കെ പാർവതി ആ മരത്തിൻ്റെ മുട്ടിക്കാട് ഒന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീച്ചർ മരിച്ചു പോയി, പ്രിൻസിപ്പലേ ആയിരുന്നു. ഞാൻ ഭയങ്കര വേറൊരു തരത്തിലുള്ള ആഘോഷമായിരുന്നു, ഭയങ്കര സെലിബ്രേഷനായിരുന്നു കോളേജ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വിഷ്ണു പറയാൻ പറ്റില്ല. അതൊരു അനുഭവമാണ്. അത് ഒരുപാട് ഞാനിടയ്ക്കൊന്ന് എഴുതിക്കൊണ്ടിരുന്നു ഫേസ്ബുക്കിൽ. പിന്നെ ഞാനത് അയച്ചു തരാം. വിഷ്ണു എഴുതിയ കുറച്ച് പീസസ് ഉണ്ട് ഫേസ്ബുക്കിൽ കിടപ്പുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഞാൻ അയച്ച ഭയങ്കര രസമായിരുന്നു അത്. ആ കാലഘട്ടം ഒരുപാട് പേരുടെ ഹംസമായിരുന്നു. ഞാൻ പ്രേമത്തിൻ്റെ ഹംസം. ഒരു ഓട്ടോ കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ടോ? രജിസ്റ്റർ മാരേജ് ഒപ്പിടാനൊക്കെ പോയിട്ടുണ്ടോ? രജിസ്റ്റർ മാരേജ് ഓടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഒപ്പിടാൻ ഞാൻ പോയിട്ടില്ല. ഭയങ്കര ധൈര്യമായിരുന്നു അല്ലേ കൊച്ചിലെ മുതല്? ഭയങ്കര ധൈര്യമായിരുന്നു. എല്ലാവരുടെയും പ്രേമ കത്ത് എൻ്റെ വീട്ടിലായിരുന്നു വരുന്നത്. രാവിലെ വരുമ്പോൾ ഒരു ബാഗിനകത്ത് ക്യൂ നിൽക്കും ആൾക്കാർ. ഓക്കെ പോസ്റ്റ് ബാഗ് കൊടുക്കുന്ന ഒരു കത്ത്. എൻ്റെ വീട്ടിലെ പ്രേമ കത്തുകൾ മുഴുവൻ വീട്ടിൽ. ആങ്കറായിട്ട് ഉൾക്കാഴ്ച 97 തൊട്ട് സുപ്രഭാതം, സനൽ പോറ്റി, BR പ്രസാദ്, രാജശ്രീ വാര്യർ, ഞാൻ. അതിനുശേഷം കൈരളിയിൽ ശുഭദിനം, അനന്തപത്മനാഭൻ ഞാൻ. ആ സമയത്ത് ആര്യ, അനൂപ് മേനൻ. അത് കഴിഞ്ഞ് അനന്തപത്മനാഭൻ, പത്മനാഭൻ. അതിനുശേഷം അനൂപ്, ഞാൻ, ആര്യ, സുന്ദർ, അങ്ങനെ. അത് 2004 വരെ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് LLB ജോയിൻ ചെയ്തത്. ആ സമയത്ത് ദൂരദർശനിലും സൂര്യ ടി വിയിൽ പൊൻപുലരി, ദൂരദർശനിൽ ഫ്രീലാൻസ് ഇൻ്റർവ്യൂസും ലൈവ് ഷോസും, നിശാഗന്ധി, കൂട്ടുകാരി. ഓൺലൈനിൽ വന്നപ്പോൾ ആങ്കറിങ്ങിൻ്റെ ഒരു രീതി മുഴുവനായിട്ടൊക്കെ മാറിയല്ലോ. അക്കാഡമിക് ലെവലിലെ ആങ്കേഴ്സ് ഇപ്പോൾ പണ്ടത്തെ അത്ര വായിക്കുന്നില്ല, പണ്ടത്തെ അത്ര അവെയർ അല്ല, ഇതിനൊരു ചിട്ടയില്ല, അങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടോ? നമ്മളുടെ ഓഡിയൻസും വ്യത്യാസമായിരുന്നില്ലേ? ഞങ്ങളുടെ ഓഡിയൻസും വ്യത്യാസം. ഇപ്പം നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരിയുടെയോ, ഇപ്പോൾ ഉദാഹരണത്തിന് കടവനിട്ട, അല്ലെങ്കിൽ ഒരു ആൾ വിനയേന്ദ്രൻ, ഒരു കവി വന്നു, അല്ലെങ്കിൽ N കൃഷ്ണപിള്ള സാർ വന്നു, സാനു മാസ്റ്റർ വന്നു, അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായി. ഇപ്പം T പത്മനാഭൻ വന്നു. ഇത് മുഴുവൻ വായിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ ഓഡിയൻസ്. അപ്പം നമുക്കൊരു തെറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പം ഷേഖൂട്ടിന്ന് ഞാനൊരു കഥ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷേഖൂട്ടിയുടെ ഒരു കഥ എന്ന് ഞാൻ പറഞ്ഞ ആ ക്യാരക്ടറിന് അത് വായിച്ചിട്ട് നാളെ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിനകത്ത് ഇന്ന ഒരു തെറ്റ് വന്നു എന്ന് പറയാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ ഓഡിയൻസ്. എന്ത് കഥ എടുത്താലും, മനസ്സിലായോ? അപ്പോൾ ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു പോപ്പുലർ കഥയിൽ എനിക്ക് നിൽക്കാൻ നോക്കൂല. എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും, അദ്ദേഹത്തിൻ്റെ നളിനകാന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഗങ്ങളെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ചും എല്ലാ കഥകളുടെയും ടെക്സ്ചറിങ്ങിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പൊതുസ്വഭാവത്തിലും പോയി ആ ഇൻ്റർവ്യൂ തീർക്കാൻ പറ്റുള്ളൂ. കാരണം അത് പ്രതീക്ഷിക്കുന്നവരാണ് എൻ്റെ ഓഡിയൻസ് ആയിരുന്നത്. പിന്നെ ഞങ്ങളോട് നാളെ ആരാണ് ഗസ്റ്റ് എന്ന് പോലും പറയാതെ ഞങ്ങൾക്ക് ഗസ്റ്റുകളെ തരും. ഇപ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ആരാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു തരൂല. അപ്പോൾ പറയും ശ്രീദേവി ആണ് നാളെ ഗസ്റ്റ്. ഇപ്പോൾ ശ്രീദേവി ആരാണ് എന്ന് ചോദിച്ചാൽ വരുമ്പോൾ രാവിലെ അഗ്നിഹോത്രം എഴുതിയ ശ്രീദേവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ അഗ്നിഹോത്രം ഞങ്ങൾ വായിച്ചിരിക്കണം. എങ്ങനെ വായിച്ചിരിക്കണമെന്നൊന്നും ചോദിക്കരുത് എൻ്റെ പൊന്നും ഇഷ്ടം. വായിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിനെ കൊള്ളൂല. എങ്ങനെ വായിച്ചിരിക്കണം എന്ന് ചോദിക്കരുത്, വായിച്ചിരിക്കണം. ആ സമയത്ത് DC ഇറങ്ങിയ മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ അപ്പം അപ്ഡേറ്റഡ് ആയിക്കണം. കാരണം ആ 2-3 ആഴ്ചക്കകം വിളി വന്നിരിക്കും.